മദ്യവും മയക്കുമരുന്ന് ഇവിടുത്തെ സാഹിത്യകാരന്മാരെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അത് പരസ്യമായ രഹസ്യ സിനിമാ ലോകത്ത് ഉൾപ്പെടെ നമ്മളത് കാണുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേക ആളുടെ വിഷയം വരുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അയാളെ ഈ രംഗത്ത് നിന്ന് സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുള്ളൊരു ശ്രമം. ഇപ്പോൾ കഞ്ചാവോളി എന്നാണല്ലോ ശശികല കഴിഞ്ഞ ദിവസം വേടനെ അഭിസംബോധന ചെയ്തത്. ഈ ഗംഗാ സ്നാനം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഉത്തരേന്ത്യയിൽ കണ്ടല്ലോ, എല്ലാവരും പോയി വെള്ളത്തിൽ കുളിക്കുക. ഈ സന്യാസിമാരല്ലേ എന്താണ് പിന്നെ വലിക്കുന്നത്? കഞ്ചാവല്ലേ വലിക്കുന്നത്? അവരെയൊക്കെ വിളിക്കേണ്ട പേരെന്താണ് പിന്നെ? കഞ്ചാവ് വലിക്കുന്ന സന്യാസിമാരെ എന്ത് പേരാണ് വിളിക്കേണ്ടത്? മഹാരാഷ്ട്രയിൽ പോയാൽ അറിയാം, മഹാരാഷ്ട്രയിൽ ഈ ശിവരാത്രിയോടനുബന്ധിച്ച് പലതരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അത് സന്യാസിമാരും അതുപോലെ ഇനി അവധൂതരായിട്ട് നടക്കുന്ന ആളുകളും ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയാൽ നമുക്ക് ധാരാളമായിട്ട് കാണാം. അവരെയൊക്കെ പിന്നെ എന്ത് പേര് വിളിക്കും? വേടനെ കഞ്ചാവോളി എന്നാണ് വിളിക്കുന്നതെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന സന്യാസിമാരെ എന്ത് പേര് വിളിക്കണം? അത് നമ്മൾ പറയണ്ടേ? അതുപോലെ കള്ള് ഒരു പ്രധാനപ്പെട്ട ഭക്ഷ്യപദാർത്ഥമായിട്ടാണ് വേദങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഭരദ്വാജനെ കാണാൻ വരുന്ന ഭരതന് ഭരദ്വാജ മഹർഷി കൊടുക്കുന്നത് മൈരേയം എന്ന് പറയുന്ന സുരയാണ്. അപ്പോൾ ഇങ്ങനെ മദ്യവും മാംസവും ഒക്കെ തന്നെ ഈ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനപരമായ ഭാഗമായിരുന്നു. ഇപ്പം NR മധു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ട NR മധു പറഞ്ഞത് ഈ കേരളത്തിലെ തെരുവുകളിൽ ഈ മാംസം കരിഞ്ഞ മണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിൽ ഷവർമ്മയാണ് പ്രശ്നം. ആ ഷവർമ്മ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഷവർമ്മയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെയാണ്, കേരളത്തിലെ മുസ്ലിങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത്. മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളെയാണ് NR മധു ലക്ഷ്യം വെക്കുന്നത്. അവരിവിടെ കച്ചവടം നടത്താൻ പാടില്ലെന്നും ഞങ്ങൾ പറയുന്ന ഭക്ഷണം മാത്രം എല്ലാവരും കഴിച്ചാൽ മതിയെന്നാണ് പറയുന്നത്. ആരാണിവിടെ സാമ്പാറും തോരനും ഒക്കെ ദിവസം കഴിക്കുന്നത്? ഇന്ത്യയിലെ ദളിതരും ആദിവാസികളെ ദിവസം സാമ്പാറും തോരനും വെച്ച് കഴിക്കുന്നത്? അല്ല. അദ്ദേഹം പറഞ്ഞല്ലോ, ഷവർമ്മ കഴിച്ച് മരിക്കുന്നവരെല്ലാം വർമ്മമാരാണെന്ന്. എന്ത് ഡാറ്റയുടെ എത്ര വർമ്മമാരാണ് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് മരിച്ചത്? ഒരു ഡാറ്റ തരാൻ NR മധുവിനെ പോലുള്ളവരെ വെല്ലുവിളിക്കുക. എത്ര വർമ്മമാർ മരിച്ചു? ആരാണ് ഇന്ത്യയിൽ കേരളത്തിൽ മാംസം കഴിക്കുന്നത്? അതൊക്കെ സത്യത്തിൽ ഇതിൻ്റെ മാംസോപയോഗത്തിൻ്റെ അടിസ്ഥാനപരമായ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക്, ദളിതർക്ക് അടിസ്ഥാനപരമായ അവരുടെ പ്രോട്ടീൻ ലഭ്യമാകുന്നത് ഈ മാംസത്തിൽ നിന്നാണ്. വിപുലമായി പച്ചക്കറിയും അതുപോലെ തന്നെ പയറും അങ്ങനെയുള്ള സാധന സാമഗ്രികളൊക്കെ കഴിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കില്ല. അതൊക്കെ ലഭ്യമാകുന്നത് ഇന്ത്യയിലെ സവർണർക്ക് മാത്രമാണ്. അപ്പം ചുരുക്കത്തിൽ ഒരു സവർണ ന്യൂനപക്ഷത്തിൻ്റെ സാംസ്കാരികത ഇന്ത്യയിലെ പിന്നോക്കക്കാരിലേക്കും മുസ്ലിങ്ങളിലേക്കും ദളിതരിലേക്കും അടിച്ചേൽപ്പിക്കാനാണ് NR മധുവിനെ പോലെയുള്ള ആളുകൾ ശ്രമിക്കുന്നത് അടിസ്ഥാനപരമായിട്ട്. അതനുവദിച്ച് തരില്ല എന്നാണ് ഇന്ത്യയിലെ ബഹുജനങ്ങൾ പ്രഖ്യാപിക്കേണ്ട അടിസ്ഥാനപരമായിട്ട്. ഞങ്ങൾ ഏത് ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ തെരുവോരങ്ങളിൽ ഷവർമ്മ വിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അടിസ്ഥാനപരം NR മധുവിനെ പോലുള്ളവർ ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ ഇറച്ചിയും മീനും കഴിക്കരുതെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പം ബ്രാഹ്മണ താല്പര്യങ്ങൾ ഇന്ത്യയുടെ താല്പര്യമാക്കാൻ ശ്രമിക്കുന്നു. ബ്രാഹ്മണരുടെ താല്പര്യങ്ങൾ ദളിതരുടെ താല്പര്യമാകുന്നത് എങ്ങനെയാണ്? ചിക്കനും ബീഫും കഴിക്കാതിരിക്കുക എന്നുള്ളത് ബ്രാഹ്മണരുടെ താല്പര്യമാണ്. അവർ കഴിക്കാതിരിക്കട്ടെ, നമുക്കതിനകത്ത് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ നമ്മളെന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാൻ NR മധുവിനോ ബ്രാഹ്മണ വേദിക്കാർക്കോ അവകാശമില്ല. നമ്മളെന്ത് കല പെർഫോം ചെയ്യണമെന്ന് പറയാൻ ശശികലയ്ക്കോ NR മധുവിനോ അവകാശമില്ല. അത് നമ്മളാണ് തീരുമാനിക്കുന്നത്.